ബിവോക് റേഡിയോളജി 6th സെമിസ്റ്ററിലെ പേപ്പർ 602 യൂണിറ്റ് 1 കണ്ടിന്യൂഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്ത് പറയാൻ പോകുന്നത് പേഷ്യൻ്റെ പ്രിപ്പറേഷനാണ്. എങ്ങനെയാണ് നമ്മളൊരു പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നത്, റെഡിയാക്കുന്നത്. നമ്മളെല്ലാ ഹോസ്പിറ്റലിൽ പോലെ തന്നെ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ആക്കും, ജനറൽ പ്രൊസീജിയറൊക്കെ ചെയ്യും. സിമിലർ ജനറൽ പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഏത് പേഷ്യൻറ്റിനാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്യാൻ പോണേ ആ പേഷ്യനെ ഇൻറ്റേർണൽ റേഡിയോളജിസ്റ്റും അതേപോലെ റേഡിയോളജി സ്റ്റാഫ്സും കണ്ട് സംസാരിക്കും. ഫുൾ ഡീറ്റെയിൽസ് എന്താണ് ചെയ്യാൻ പോകണമെന്നുള്ളത് പറയും. അത് അതിൻ്റെ റിസ്ക്കും അതിൻ്റെ കോംപ്ലിക്കേഷൻസും പ്രൊസീജിയറിൻ്റെ റിസ്ക്കും കോംപ്ലിക്കേഷൻസും ഒക്കെ പേഷ്യൻറ്റിൻ്റെ ഫാമിലിയോട് നമ്മൾ പറഞ്ഞതിന് ശേഷം ഫർദർ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അഡ്രസ്സിൽ പിന്നെ അതേപോലെ തന്നെ ഇൻഫോംഡ് കൺസ്റ്റൻറ്റിൽ പേഷ്യൻറ്റിനെ കൊണ്ടും സൈൻ ചെയ്യിക്കും. അതേപോലെ വിറ്റ്നസ്സും അതിൽ സൈൻ ചെയ്യും. നമ്മൾ ഈ റേഡിയോളജിക്കൽ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുന്നേ ആ ഒരു പ്രൊസീജിയറിന് ദിവസം മുഴുവൻ അഡ്മിറ്റ് ആക്കേണ്ട പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അസൈൻമെൻറ്റ് ചെയ്യുന്ന ഫോംസ് ഫിൽ ഔട്ട് ചെയ്യണം. അതേപോലെ ഇൻക്ലൂഡിങ് മെഡിസിൻസ് പേഷ്യൻറ്റിനെ കൊടുത്തിട്ടുള്ള ആ ടൈം, ലാസ്റ്റ് ഡോസ് എപ്പോഴാണ് കൊടുത്തിരിക്കുന്നത് ആ സമയം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ ഫാമിലീനെ ഈ റേഡിയോളജി ഏരിയയിൽ വെയിറ്റ് ചെയ്യിപ്പിച്ച് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന പ്രോപ്പർ അസൈൻമെൻറ്റ്സിനെ ബിഗിൻ ചെയ്യണം. എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് കാണിച്ചു കൊടുക്കുകയും വേണം. നമ്മൾ ഈ ഒരു ഔട്ട് പേഷ്യൻ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയറിന് ഇൻ്റർവെൻഷൻ റേഡിയോളജിക്കൽ പ്രൊസീജിയറിന് ചെയ്യാൻ പോണതെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ ഒരു മുന്നേ ഒരു 2 ആഴ്ചത്തെ എന്താ പറയുക ലാബിലും ചെയ്തിരിക്കണം. അതേപോലെ റിക്കവർ ആയിട്ട് ഈ പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ PT, INR, PTT, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അതെല്ലാം അതേപോലെ ഇൻഡിവിജ്വലായിട്ട് പേഷ്യൻറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ ഈ ബ്ലഡ് സാമ്പിൾ എടുത്തതിന് ശേഷം ബ്ലഡ് ലാബിൽ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ നെക്സ്റ്റ് നമ്മുടെ പേഷ്യൻ്റെ അഡ്മിറ്റ് ഏരിയയിലേക്ക് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അഡ്മിറ്റ് ഏരിയയിലേക്ക് പേഷ്യൻറ്റിനെ അങ്ങോട്ട് പറഞ്ഞു വിടണം. അതിനുശേഷം പേഷ്യൻറ്റിനെ എന്തെങ്കിലും ഫങ്ഷൻസ് ഷോർട്ട് സ്റ്റേറ്റ് അഡ്മിനേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പറഞ്ഞു വിട്ട് നമ്മൾ ഒരു ഇൻ്റർനാഷണൽ റേഡിയോളജിയുടെ എല്ലാ പ്രൊസീജിയേഴ്സും ഷോർട്ട് ഡേ ഡ്യൂറിങ് പീരീഡാണ്. അതേപോലെ തന്നെ ഇവരുടെ ഹിസ്റ്ററി അതേപോലെ അവരുടെ വൈറ്റൽസ് നമ്മൾ എടുത്തതിന് ശേഷം അത് റെക്കോർഡ് ചെയ്യുകയും വേണം. അതേപോലെ തന്നെ ഇൻട്രവീനിയസ് ലൈൻസ് നമ്മുടെ എപ്പോഴും വെയിൻ ഓപ്പൺ ആയിരിക്കണം. കാരണം IV ഫ്ലൂയിഡ് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, ഈ സ്റ്റാൻഡിലോട് കൂടെ പേഷ്യൻറ്റിന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് റെഡിയാക്കി വെക്കണം. അതേപോലെ തന്നെ ഈ സമയം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ പേഷ്യൻറ്റിൻ്റെ ഹോൾഡ് ഏരിയ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവും. അതേപോലെ മാർഗ്ഗനിർദ്ദേശമനുസരിച്ചിട്ടുള്ള പേഷ്യൻറ്റിനെ ചെക്ക് ചെയ്യണം. ഓരോ സർജിക്കൽ സ്യൂട്ട്സിൽ ഫോളോ ചെയ്യുന്ന പ്രോട്ടോക്കോൾസും എല്ലാം എന്ത് ചെയ്യണം, ഈ ഒരു പേഷ്യൻറ്റിൻ്റെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി റൂമിൽ ചെക്ക് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ആ ഒരു ടൈമിൽ ഓപ്പറേഷൻ റൂമിൽ സ്റ്റെറിലൈസുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം സ്റ്റെറിലൈസുള്ള എക്യുപ്മെൻറ്റ്സ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓപ്പൺ ചെയ്ത് ലെഫ്റ്റ് കവർ ചെയ്ത് പ്രിപ്പറേഷൻ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം. അതേപോലെ തന്നെ ഈ പേഷ്യൻറ്റിനെ പ്രൊസീജിയറിന് വേണ്ടി പൊസിഷൻ ചെയ്ത് ഒരു പഞ്ചർ ഓഫ് സ്കിൻ പഞ്ചർ ചെയ്ത് അതിൻ്റെ ഡിഫക്റ്റ് കവർ ചെയ്ത് ഒരു സ്റ്റെറിലൈറ്റ് ഷീറ്റ് കൊണ്ട് അതേപോലെ ഒരു ലോക്കൽ അനസ്തേഷ്യ പേഷ്യൻറ്റിനെ കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് സമ്മറൈസ് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻ്റെ എല്ലാം സഡേഷൻസ് കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യൻറ്റിന് എന്ത് ചെയ്യണം, ഫിസിഷ്യൻ ഇൻവോൾവ് ചെയ്ത പ്രൊസീജിയേഴ്സ് നമ്മൾ ഒപ്റ്റൻ ടൈം കഴിഞ്ഞതിന് ശേഷം റിവ്യൂ ചെയ്യാൻ പോകണം. പേഷ്യൻറ്റിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഒന്ന് മെഡിസിൻസ് എങ്ങനെയൊക്കെ ഉണ്ട്, അതുപോലെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ എടുക്കണം. അതേപോലെ തന്നെ എൻഡോകാർഡിയോഗ്രാംസ്, EKGs, അതേപോലെ കറണ്ട് ലാബിലെ ഡാറ്റാസ്, അതേപോലെ നമ്മൾ പേഷ്യൻസിന് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റിലേറ്റഡ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചതെല്ലാം റെഡിക്കോൾ ഫിലിംസും പ്രസൻറ്റും ഈ ഒരു റൂമിൽ ഇവാലുവേഷൻസിൻ്റെ കംപ്രസ് ചെയ്യുന്ന കേസസിന് എന്തൊക്കെ വേണ്ടോ അത് നമ്മളൊന്നുകൂടി റീചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഫിസിഷ്യനും പേഷ്യൻസും നമ്മൾ ബേസ് വൈറ്റൽസ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ഡ്രഗ്സിൻ്റെ അലർജീസ്, ന്യൂറോളജി സ്റ്റാറ്റസ്, ആൻസൈറ്റി ലെവൽ, ഡിസ്കംഫർട്ടബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ എന്തെങ്കിലും മെഡിസിൻസ് മുന്നേ കഴിച്ചിട്ടുള്ളത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ അന്വേഷിച്ച് റെക്കോർഡഡ് ആയിട്ട് വെച്ചിരിക്കണം. ഈ പേഷ്യൻ്റ് ഹോസ്പിറ്റലിലെ പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഇൻ പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻറ്റോ എല്ലാ ഡാറ്റാസും നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. പിന്നെ നമ്മളതുപോലെ റീസെൻ്റായിട്ട് ബ്ലഡ് ഷുഗർ കെയർഫുള്ളി ആയിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ഈ പേഷ്യൻ്റ് റീസെൻ്റ് ചെയ്യുന്ന ഇൻസുലിൻ്റെ ഇഞ്ചക്ഷൻ ടെസ്റ്റോ സിറോസി ഇൻട്രാവീനസ് സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ IV ലൈൻ ഷുഡ് ബി ചെക്ക് ദി പേഷ്യൻസ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അതേപോലെ വൈറ്റൽസും ഇൻഫിൽട്രേഷൻ അതേപോലെ തന്നെ അതെല്ലാം റീസ്റ്റാർട്ട് ചെയ്ത് റേഡിയോളജിക്കൽ നേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് നമ്മുടെ ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ടും അതിൻ്റെ ഫ്യൂച്ചറിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അതേപോലെ തന്നെ സർട്ടൻ ആയ പ്രൊസീജിയേഴ്സ് ബൈലറിനറി അല്ലെങ്കിൽ കിഡ്നി ഡ്രെയിനേജ്, അതേപോലെ അങ്ങനത്തെ പേഷ്യൻസിൻ്റെ ഇൻട്രവീനസ് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അത്
നമ്മൾ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിന് കൊടുക്കണം. അതേപോലെ ഈ മെഡിറ്റേഷൻ ഹെൽത്ത് ഇത് റേഡിയോളജി നേഴ്സ് ഷുഡ് ഡോസ്. നമ്മൾ റേഡിയോളജി നേഴ്സ് ഈ ഡോസ് നോട്ട് ചെയ്ത് വെക്കണം, എത്ര ഡോസിൻ്റെയാണ് കൊടുക്കുന്നത് അത് നോട്ട് ചെയ്ത് വെക്കണം. അതിൽ സ്പെഷ്യൽ പ്രൊസീജിയർ റെക്കോർഡ് ചെയ്യണം. ഈ സർജിക്കൽ റിപ്പോർട്ട്സ് എന്തെങ്കിലും ആ റൂമിൽ തന്നെ കീപ്പ് ചെയ്ത് വെക്കണം, സൂക്ഷിച്ച് വെക്കണം. അതേപോലെ തന്നെ എല്ലാ പേഷ്യൻസിനും ഇതിന് കാൻഡിഡേറ്റ് അല്ല. IV മോഡറേറ്റ് സഡേഷൻസ് നമ്മൾ കൂടുതലും എല്ലാ പേഷ്യൻസിനും കൊടുക്കാറുണ്ട്. അതുപോലെ എല്ലാ പേഷ്യൻസിൻ്റെ കോപ്പറേറ്റീവ് കൂടുതൽ സഹകരണം ഈ ജനറൽ അനസ്തേഷ്യയ്ക്ക് ആവശ്യമാണ്. ഹെവി സഡേഷൻ കീപ്പ് ചെയ്യുന്ന അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ക്വൈറ്റായിട്ട് ഡ്യൂറിങ് പ്രൊസീജിയറിന് വേണ്ടി എപ്പോഴും കംഫർട്ടബിൾ പ്രൊസീജിയർ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ സർക്കംസ്റ്റൻസിൻ്റെ സമയത്ത് റിക്വയർ ചെയ്യുന്ന സർവീസ് അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ യൂണിറ്റ് 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു.